ഞാനുണ്ടല്ലോ ആറ്റുനോറ്റ് PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള വാടനാംകുറിശ്ശി സ്കൂളിലാണേ. സംഭവം ഫസ്റ്റ് PSC ആണ്. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾക്ക് എക്സാം. അപ്പോൾ മോർണിംഗും എക്സാം ഉണ്ട്. സോ സെക്കൻഡ് ഉച്ചയ്ക്കുള്ള എക്സാമായിരുന്നു എനിക്കുള്ളത്. എക്സാമിന് കയറാൻ വേണ്ടി നമ്മൾ ക്ലാസ് നോക്കാൻ ചെന്നപ്പോഴാട്ടോ അനൗൺസ് ചെയ്തത് എക്സാം ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഫസ്റ്റ് ഫേസ് എക്സാം ഉണ്ടായല്ലോ, അതായത് ഫസ്റ്റ് മോർണിംഗ് ഉണ്ടായ എക്സാമിൽ സെക്കൻഡ് ഉച്ചയ്ക്കുള്ള എക്സാം പേപ്പർ കയറിപ്പോയി തോന്നും. ആറ്റുനോറ്റ് ഞാൻ എക്സാം എഴുതാൻ വന്നപ്പോൾ ഇങ്ങനെയായി അവസ്ഥ. എനിക്കിന്ന് ഇറങ്ങിയപ്പോഴേ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇറങ്ങി ഫസ്റ്റ് ബസ്, ഞങ്ങൾ വാണി സ്കൂളിൽ നിന്ന് ബസ് കയറി വാണി സ്കൂളിൻ്റെ പമ്പിൽ വെച്ചിട്ട് ബസ് പഞ്ചറായി. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബസ് റെഡിയായത്. അപ്പോഴേക്ക് ഡൗട്ട് അടിച്ചതാണ്, എന്തോ ഒരു ശകുനപ്പിഴയാണല്ലോ എന്ന്. ആറ്റുനോറ്റ് ഞാൻ PSC ചെയ്താൽ വന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത അവസ്ഥ. എന്താ എങ്ങനെ എക്സാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാ, എക്സാം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് കേട്ടോ. കുട്ടികളെ ജസ്റ്റ് നമ്മൾ ഇത് നോക്കുമല്ലോ, എക്സാം ടെസ്റ്റുകളെ പ്രീവിയസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പേപ്പർ ലീക്കായോ എക്സാം മാറ്റി വെച്ചോ എന്നൊക്കെ കുറേ കമൻറ്റ് വന്നു. പക്ഷേ അനൗൺസ് ചെയ്തപ്പോഴാണ് സംഭവം കൺഫേം ആയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വാടനാംകുറിശ്ശി, ഞങ്ങൾക്ക് അടുത്ത 10-ാം തീയതി കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് കേട്ടോ, അവന് പാലക്കാട് ഏതോ ഒരു മൂലയിലാണ് കിടക്കുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്, 70 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അവൻ ഇപ്പോൾ വിളിച്ചു, അവൻ ഉച്ചയ്ക്ക് വരുന്നു. അപ്പോൾ അവൻ രാവിലെ പോയി 12:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ അവൻ വിളിച്ച അവൻ എക്സാം ക്യാൻസൽ ചെയ്തപ്പോൾ അയ്യോ, എത്ര ആൾക്കാർ ഇതിനു വേണ്ടി ലീവൊക്കെ എടുത്ത് ഇതിനു വേണ്ടി എക്സാം എഴുതാൻ ലീവ് എടുത്ത് ഒരു ദൂരത്തുനിന്നൊക്കെ വന്ന് എഴുതാൻ വേണ്ടി വന്നിട്ട് ഭയങ്കര. ഇപ്പം ഞങ്ങളുടെ കാര്യം നിൽക്കാൻ തന്നെ അനിയത്തി ചെന്നൈയിൽ നിന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് ഇത് എഴുതാൻ വന്നിട്ട് ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ അവസ്ഥ.